ഹലോ, ഇന്നത്തെ ഡേ 4 ആണ് ലെൻഡസ്മാബ് ഇൻഫ്യൂഷൻ്റെ. ഇന്ന് പക്ഷേ ഇത്തിരി പ്രശ്നമായിരുന്നല്ലോ. രാവിലെ ഞാൻ ഏകദേശം 7 മണി 7:30 കഴിഞ്ഞപ്പോൾ ഐസിയുലേക്ക് ഷിഫ്റ്റ് ആയതാണ്. വന്നിട്ട് സോളിമെട്രി ഇട്ടപ്പോൾ തന്നെ ചെറിയൊരു റിയാക്ഷൻ വന്നിട്ട് കൈ ഫുള്ളിങ്ങനെ തടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. നമ്മൾ ഇൻഫോംഡ് ആണല്ലോ ഇങ്ങനെ റാഷസ് ഉണ്ടാവും എന്നുള്ളത്. വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. പക്ഷെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെസ്റ്റ് പെയിൻ അങ്ങ് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴുത്തിൻ്റെ ഇവിടെ നിന്നും ചെസ്റ്റ് ഇങ്ങനെ ഹാർഡായിട്ട് ഇവിടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പെയിൻ ഇങ്ങനെ ഇറങ്ങി വരിക. ശരിക്കും പേടിച്ചു പോയിട്ടാ. പിന്നെ ശ്വാസം എടുക്കുന്നതിനും ബുദ്ധിമുട്ടായിരുന്നു. വേഗം തന്നെ ഡോക്ടറിനെ വിളിച്ചു. അവർ ECG എടുത്തു. ECGയിൽ വേരിയേഷൻ ഉണ്ടായില്ല. അപ്പം നമുക്ക് വെയിൻസിൽ ഇങ്ങനെ ഡാമേജ് ഉള്ളത് കൊണ്ടായിരിക്കണം ഇതുപോലെ ഫീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു, ഇത്രയും റിയാക്ഷൻസ് വരുന്നത്. പക്ഷെ നമുക്ക് എനിക്ക് ചെസ്റ്റ് പെയിൻ സഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. പേടിച്ചു പോയി. ഇവിടെ നേഴ്സസ് ആയാലും ഡോക്ടേഴ്സ് ആയാലും ചെറുതായിട്ടൊന്ന് പാനിക്കായി. പക്ഷേ ഏകദേശം ഒരു 11:15 കൂടി നമുക്ക് ലെൻഡസ്മാബ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതുവരെ വെറുതെ പെയിനും ഈ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് നമുക്ക് ചെറിയൊരു ഹെവിനെസ് ആയിരുന്നു. അതങ്ങോട്ട് മാറാതെ നമുക്ക് ഇൻഫ്യൂഷൻ ഇടാനും പറ്റത്തില്ല. പിന്നീട് അതങ്ങോട്ട് ഓക്കെ ആയിട്ടാണ്. ഇപ്പോൾ അതേ സമയം ഏകദേശം 6:30 ആയി. ഇൻഫ്യൂഷൻ്റെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു 98 ml കയറി. നമുക്ക് 100 ml ആണ് ഇനി ട്യൂബിൽ കിടക്കുന്നത് കൂടിയേ ബാക്കിയുള്ളൂ. ഇത് ഈ ക്യാനിലേക്ക് കൂടെയാണ് കേട്ടോ നമുക്ക് കയറുന്നത്. ഇത് കൂടാതെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടി ഒരു ക്യാനിൽ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ റിയാക്ഷൻസ് വരുന്നത്. അതുകൊണ്ട് സോളിമെട്രോണും വേറെ ഏതെങ്കിലും മെഡിസിൻസൊക്കെ ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ സ്റ്റീറോയിഡുകൾ തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നുള്ളൂ ഇന്ന് ഭയങ്കര ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫെറ്റീഗ്. ഞാൻ തല നിവർത്തിയിരുന്നിട്ടില്ല. ഇന്നലെ ഇവിടുന്ന് പോയിട്ടാണെങ്കിൽ അങ്ങനെ ഉറക്കവും കിട്ടിയിട്ടില്ല. അതിൻ്റെ ക്ഷീണം ഉണ്ടായിരിക്കണം. ഡിസീനസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഭയങ്കര ഫെറ്റീഗായിരുന്നു. ഭക്ഷണവും മര്യാദ കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് കൊണ്ടുവന്നു. അത് കഴിച്ചപ്പോഴാണ് ഒരു സന്തോഷം കിട്ടിയത്. പിന്നെ ക്യാൻറ്റീൻ ഫുഡ് മടുത്തിടും. എല്ലാ ദിവസവും ക്യാൻറ്റീനിലെ ഫുഡ് കഴിച്ച് നമുക്ക് ഒട്ടും പറ്റത്തില്ല. നമ്മളിപ്പോൾ ഫുള്ള് ടേസ്റ്റൊക്കെ പോയിരിക്കുന്നത് കൊണ്ട് ഒട്ടും രുചി പിടിക്കാതെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും 2-3 സ്പൂണും കഴിച്ചിട്ട് നിർത്താറ പതിവ്. പക്ഷെ ഇന്നൊരു സമാധാനത്തിന് ഫുഡ് കഴിക്കാൻ പറ്റി. അങ്ങനെ ഇന്നത്തെ ഇൻഫ്യൂഷൻ കഴിയാറായി. ഇനി ഇത് തീരുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ ഒബ്സർവേഷൻ ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. പോയിട്ടൊന്ന് ഫ്രഷ്നപ്പ് ആവണം. ഇന്നലത്തെ പോലെ ഇന്നലെ ഉറക്കം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം. ഇന്നത്തെ കിടപ്പൊരു സുഖവും ഇല്ല. ഇന്നത്തെ ഡേ മൊത്തത്തിലൊരു ശോകമായിരുന്നു. മെയിനായിട്ട് ഞാൻ ചെസ്റ്റ് പെയിൻ വന്ന് നല്ലോണം പേടിച്ചു പോയി. അതേപോലെ മുഖമൊക്കെ ഫുള്ള് ചുവന്ന് ആകെ മൊത്തം ശോകമായിരുന്നു. പിന്നെ ഇന്ന് ഡോക്ടർ ഉണ്ടായില്ല, ബോബി സാർ ഉണ്ടായില്ല. ബോബി സാർ ഇല്ലാത്തതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. നമ്മളെന്തോരം ധൈര്യം പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി ആർക്കായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ നാളെയും കൂടി കഴിഞ്ഞാൽ ഇൻഫ്യൂഷൻ കഴിഞ്ഞു. എന്ന് ഡിസ്ചാർജ് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. നാളെ അപ്ഡേറ്റ് ചെയ്യാൻ നാളെ തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ബൈ.